പ്ലേഗ് രോഗം മാത്രമല്ല, ഒരു മനുഷ്യൻ പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പ്ലേഗ് രോഗം മാത്രമല്ല, പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഒരു തരം വേദനകൾ, വല്ലാത്തൊരു വേദന. ഏത് വേദനയാണെന്ന് പറയുന്നു? അവരുടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത രോഗമാണ്. മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത രോഗം. ക്യാൻസർ കേട്ടിട്ടുണ്ട്, വസൂരി കേട്ടിട്ടുണ്ട്, അല്ലെ? ഒരുപാട് മാരകമായ രോഗം കേട്ടിട്ടുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് കേട്ട രോഗാണെന്ത്? എയ്ഡ്സ് എന്ന് പറയുന്ന ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം. ഇന്നും 13,000-ഓളം വരുന്ന വേശ്യാലയങ്ങൾ ബോംബെയിലുണ്ട്. നിങ്ങൾക്കറിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെൽക്കം ടു വേൾഡ് ഓഫ് എയ്ഡ്സ്. എയ്ഡ്സിന്റെ ലോകമേ സ്വാഗതം എന്ന് വിളിച്ചു പറയുന്ന ഒരുപാട് വേശ്യ സ്ത്രീകൾ. അല്ലാഹു ഇറക്കിയ അദാബാണ് എയ്ഡ്സ് രോഗമെങ്കിൽ ആ എയ്ഡ്സ് രോഗത്തെ കുറിച്ച് നൂറ്റാണ്ട് 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എയ്ഡ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇസ്ലാമിനെ കുറിച്ച്. മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത മാരകമായ വേദന, ഏറ്റവും വലിയ വേദനയാണ് എയ്ഡ്സ് രോഗിക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം. എല്ലാം ഇസ്ലാമിന്റെ പിറകിൽ വരുമ്പോൾ ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. മുസ്ലിം ഉമ്മത്തെ നാം എങ്ങോട്ട്, നമ്മുടെ ജീവിതം എന്താ, നമ്മുടെ അവസ്ഥകൾ എന്താ? അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കാത്ത മുസ്ലിം, റബ്ബ് നൽകിയ സെക്കൻഡുകളെ കുറിച്ച് ചിന്തിക്കാത്ത മുസ്ലിമേ, അല്ലാഹു നൽകിയ മിനിറ്റുകളെ കുറിച്ച് ചിന്തിക്കാത്ത മുസ്ലിമേ, അല്ലാഹു നൽകിയ മണിക്കൂറുകളെ കുറിച്ച് ചിന്തിക്കാത്ത മുസ്ലിമേ, അല്ലാഹു നൽകിയ ദിവസങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത മുസ്ലിമേ, അല്ലാഹു നൽകിയ ആഴ്ചകളെ കുറിച്ച് ചിന്തിക്കാത്ത മുസ്ലിമേ, അല്ലാഹു നൽകിയ മാസങ്ങളെ കുറിച്ച്, അല്ലാഹു നൽകിയ വർഷങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത മുസ്ലിമേ. എല്ലാവരും ആത്മാർത്ഥമായി സദക്കയാണ്. അല്ലാഹു നമ്മുടെ സദക്ക സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടു പോയ സെക്കൻഡ് ഒരിക്കലും നമുക്ക് തിരിച്ചു വരില്ലല്ലോ. നഷ്ടപ്പെട്ടു പോയൊരു മിനിറ്റും നമുക്ക് തിരിച്ചു വരില്ല. നഷ്ടപ്പെട്ടു പോയൊരു ദിവസമോ നമുക്ക് തിരിച്ചു വരില്ലല്ലോ. മുസ്ലിമേയോടെ നമ്മൾ ചിന്തിക്കേണ്ടി വേണം. ഏത് ലോകത്താ നമ്മൾ ജീവിക്കുന്നത്? അല്ലാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത മുസ്ലിമേ, പടച്ചവൻ ഖുർആനിലൂടെ പറഞ്ഞതെന്താ? അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരാൾക്കും എണ്ണി തീർക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ, എന്റെ മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാറുണ്ടോ? എന്തിനധികം പറയുന്നു? 24 മണിക്കൂർ 86,400 സെക്കൻഡുകള് നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു സെക്കൻഡ് നമുക്ക് തിരിച്ചു വരുമോ? ഇല്ലല്ലോ. മുഅ്മിനേ, നമ്മൾ ഗൗരവത്തോട് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു എന്തൊക്കെ അനുഗ്രഹമാണ് നമുക്ക് നൽകിയത്. കണ്ണുറപ്പ് നൽകിയ അനുഗ്രഹമല്ലേ? ഈ കണ്ണുറപ്പിന് വേണ്ടി ചെലവഴിച്ചോ? നാം 2 കണ്ണ് നൽകിയിട്ടില്ലേ, 2 ചുണ്ട് നൽകിയിട്ടില്ലേ എന്ന് അല്ലാഹു പറയുമ്പോ, അല്ലാഹെങ്ങാനും നമ്മുടെ കണ്ണിന് കാഴ്ച തന്നില്ലെങ്കിൽ കണ്ടില്ലേ മുഅ്മിനീങ്ങളെ? ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനില് കണ്ണ് കാണാത്ത എത്രയോ ചെറുപ്പക്കാർ പാത്രവും പിടിച്ച പാട്ടോടെ നമ്മുടെ മുമ്പിൽ വരുമ്പോ അള്ള നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ കാലം നഷ്ടപ്പെട്ടുകൊണ്ട് നിരങ്ങി
പ്രിയമുള്ള മുസ്ലിമേ, ഞാൻ ഓർത്തു പോവുകയാ, ചെയ്യുന്ന മഹല്ലത്തില് ഒരു അസറിന് ശേഷം ഒരു മനുഷ്യൻ കടന്നു വരികയാ. 50 വയസ്സല്ല 40 വയസ്സ് പോലും തികയാത്ത മനുഷ്യൻ കടന്നു വരുന്നു. അയാളൊരു രക്ഷക്കാരൻ പിടിച്ചിട്ട് പള്ളിയുടെ സുഖവരെ പുറത്തുള്ള വരാന്തയിലിരുത്തി അസർ നിസ്കാരം കുടുങ്ങിക്കൊണ്ട് ആ മനുഷ്യന്റെ അടുക്കിലേക്കൊന്ന് പോകുമ്പോ അയാൾ നോക്കിയിട്ടൊരു കടലാസം പിടിച്ച് പറയുന്നു, ഉസ്താദ് അടുത്ത വെള്ളിയാഴ്ച വല്ല തിരുവല്ലൂടെയുണ്ടോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അയാളെ എന്റെ കാലിൽ മുറിച്ചു മാറ്റിയിരിക്കുകയാ. എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമല്ലോ 2 കാല്. ആ കാലുള്ളത് കൊണ്ടല്ലേ പൊന്നുപോലെ നീ ബാറ്റ് പിടിച്ചത്. ആ കാലില്ലെങ്കിൽ നിനക്ക് ബാറ്റ് പിടിക്കാനൊന്നും നിൽക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ഒരു കൈയുള്ളത് കൊണ്ട് ബാറ്റ് പിടിക്കാൻ കഴിയില്ലല്ലോ. കാലിന്റെ ശക്തി കൊണ്ടല്ലേ നീ വെള്ളങ്ങോടിയത്, റൺസെടുത്തത്. ചെറുപ്പക്കാരാ, നൽകിയ കാല് വേണമേ പൊന്നുപോലെ നീ ഒരു ഫുട്ബോൾ പ്ലെയറായി മാറിയത്. അല്ല നൽകിയ കാല് കൊണ്ടല്ലേ ഈ സദസ്സിൽ വന്നിരുന്നത്. അല്ല നൽകിയ കാല് കൊണ്ടല്ലേ നീ കലാലയത്തിലേക്ക് പോയത്. റബ്ബ് നിനക്ക് കാലിന് സ്വാധീനം തന്നത് കൊണ്ടല്ലേ നീ ഗ്ലാമറെടുത്ത് പോയത്, ഫാഷൻ വെച്ചെടുത്ത് പോയത്. എന്റെ മുഅ്മിനീങ്ങള്, ആ മനുഷ്യന്റെ കാല് മുറിച്ചു മാറ്റുകയാ. എന്നിട്ട് അയാൾ കൃത്രിമക്കാല് വെച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു കാലിൽ മാത്രം കൃത്രിമക്കാല് വെച്ച 50 വയസ്സ് പോലും തികയാത്ത ആ മനുഷ്യൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ടെന്നോട് പറയുന്നു, ഉസ്താദ് ഇത് പഴയകാലാണ്, ഈ കൃത്രിമക്കാല് പഴയകാലാണ്. ഒരു പുതിയ കാല് വാങ്ങാൻ 5 ലക്ഷം വേണം. എന്റെ 2 കാലിന് 10 ലക്ഷം വേണം. ഒരു നേരത്തെ അറ്റത്തിന്റെ വലയില്ലാത്തത് കൊണ്ടാ ഈ പള്ളിയുടെ മുറ്റത്തേക്ക് ഞാൻ ഇറങ്ങി വന്നതെന്ന് പറയുമ്പോ മുഅ്മിനീങ്ങളെ, 2 കൃത്രിമക്കാലിന്റെ 10 ലക്ഷമെങ്കില് അല്ലാഹു നമുക്ക് നൽകി 2 കാലില്ലേ മക്കളെ. ആ കാലുപയോഗിച്ചിട്ടല്ലേ നീ വേശ്യാലയത്തിലേക്ക് പോകുന്നത്. ആ കാലുപയോഗിച്ചിട്ടല്ലേ നീ ബീവറേജ് കോർപ്പറേഷന്റെ മുമ്പില് മണിക്കൂറുകളോളം നിൽക്കുന്നത്. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാര്, ആ കാലുപയോഗിച്ചിട്ടല്ലേ പ്രിയപ്പെട്ട സഹോദരി നീ ടൗണുകളിൽ ഉലാക്കിയിട്ട് നിസ്കാരം കളാക്കുന്നത്. ആ കാലുപയോഗിച്ചിട്ടല്ലേ അനാശാസ പ്രവണതയ്ക്ക് നീ പോകുന്നതെങ്കിൽ റബ്ബ് നൽകിയ കാലിന്റെ എത്രയാ പണം ഞാനും നിങ്ങളും കൊടുക്കേണ്ടത്. പിറ്റേത്ത് വെള്ളിയാഴ്ച ആചാരം എന്നോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമമായി. താഴെ നിങ്ങൾക്കറിയുക മനുഷ്യരാരാണെന്നറിയുമോ? അയാളെ കാല് നഷ്ടപ്പെട്ടൊരു ഷുഗർ പിടിച്ചിട്ടാ. എങ്ങനെ അയാൾക്ക് ഷുഗർ വന്നതെന്നറിയുമോ? അയാൾ സ്ഥിരമായി കഞ്ചാവടിക്കുന്ന വ്യക്തിയായിരുന്നു. കഞ്ചാവടിച്ചുകൊണ്ട് സ്വന്തം ഉമ്മാനെ മർദ്ദിച്ചിരുന്ന മനുഷ്യന്റെ കാൽ അല്ലാഹു എടുത്തു മാറ്റിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ കാലുകൊണ്ട് ഉമ്മാനെ അടിക്കുന്ന ലോകത്തുണ്ട്. ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കില് ഒന്ന് കിടന്നുകൊണ്ട് ചിന്തിക്കുമോ? ഈ രാത്രി കിടക്കുന്ന സമയത്തിന്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും നരമ്പിന്റെ പൊസിഷനൊന്ന് തെറ്റിപ്പോയാൽ പിന്നെ നീ പിറ്റേ ദിവസം എന്റെ ഹോസ്പിറ്റലില പെട്ടെന്ന് കണ്ണിൽ കാഴ്ച പോയ എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഹൈപ്രഷർ പിടിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച പോയ ചെറുപ്പക്കാരുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണെന്ന് നാട്ടുകാരനായ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ, കുണ്ടാപുരത്തുകാരനായ ഇബ്രാഹിം പഴയകാലത്തിന്റെ നാട്ടിൽ പാലത്തൂരായിരുന്നു. ഒരുപാട് വർഷമായി ഇബ്രാഹിമിനെ ഞാൻ കാണാത്തത്. ഒരിക്കലെന്റെ തറവാട് വീട്ടിലേക്ക് പോയപ്പോ അവിടുന്ന് ഇബ്രാഹിം എന്ന പഴയ കാസറ്റ് കേട്ടിട്ട് ചോദിച്ചു, അഷ്റഫിയല്ലേ, എനിക്കൊന്ന് അഷ്റഫിയെ കാണണമെന്ന് പറയാൻ ഇബ്രാഹിമിന് കഴിഞ്ഞില്ല. പലരും ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ടാണ്, കുറെ കൊല്ലക്കാരുമായിരുന്നു കാണാത്തത്. അതുകൊണ്ട് നിങ്ങളെ സൗണ്ടൊന്ന് കേൾക്കണമെന്ന് പറയാൻ കാരണം എണ്ണപ്പാടത്ത് എല്ലുമുറിയോടെ ഗൾഫിലാകത്ത് പോയി കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് അധ്വാനിച്ച ഇബ്രാഹിം എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ
ഡ്യൂട്ടിയെടുത്തുകൊണ്ട് ചെറുകിടേക്ക് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന പാവപ്പെട്ട ഗൾഫ് സുഹൃത്തുക്കളില്ലേ, അവിടെ അധ്വാനത്തിന്റെ വകയല്ലേ ഇവിടുത്തെ വസ്തുതകളും മദ്രസകളും, ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കല്യാണത്തിന് പോലും ഗൾഫിൽ നിന്നേക്കുന്ന തീരാറുകൾ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുദ്രകളെ ഇബ്രാഹിം എന്ന് സലാം ചൊല്ലിയപ്പോ ഞാൻ മടക്കിയിട്ട് സലാം ചൊല്ലി മടക്കേണ്ട സമയത്തിന്റെ ശബ്ദം മനസ്സിലാക്കിയിട്ട് കയ്യിലൊന്ന് പൊട്ടിക്കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഇബ്രാഹിമിന് ഒരു ദിവസം സുഖമായിട്ട് ഗൾഫ് രാജ്യത്ത് നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിമിന് പെട്ടെന്നായി പ്രഷർ വന്നിട്ട് ഇബ്രാഹിമിന്റെ 2 കാഴ്ചയും നഷ്ടപ്പെട്ട് എന്നും കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലാഹു നമുക്ക് കണ്ണിന് കാഴ്ച വന്നപ്പോ എന്താണ് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ഇശാബിന്റെ ഇടവിളി സലാത്തിന്റെ പകരം ഹത്താറിന്റെ പകരം കഞ്ചുള്ളർസിന്റെ പകരം പാലമൊഴികൾക്ക് പകരം നീ പട്ടുറുമാവിന്റെ പുറകിലായില്ലേ, നീ വെറുതെയുള്ള ഭാര്യയുടെ പുറകിലായില്ലേ, നീ റിയാലിറ്റി ഷോയുടെ പുറകിലായില്ലേ, നീ മഴവിന്റെ പുറകിലായില്ലേ. അള്ള നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ എവിടെ കൊണ്ടുപോയാ പ്രിയപ്പെട്ട സഹോദരി നീ ചെലവാക്കിയത് ഒന്ന് ആലോചിച്ചു നോക്കണം. പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ വറക്കത്തുണ്ടായിട്ടില്ലേ? ഇന്നോ സഹോദരിമാര് ഹോം തിയേറ്റർ പോലെ ഭിത്തിയിൽ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന ടെലിവിഷന്റെ മുമ്പിൽ വെച്ചിട്ടല്ലേ മൗരി പുസ്കരിക്കുന്നത്. പഴയ കാലത്ത് കാബയൊന്ന് കാണാൻ വേണ്ടി മനസ്സിലാകണമാരുണ്ടായില്ലേ? അവര് കാബന്റെ ഫോട്ടോ മുമ്പില് ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് ആ കാബ നോക്കിയിട്ട് നിസ്കരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നോ ടിവിന്റെ മുമ്പിലാ. കാരണം തീരെ സമയമില്ല സഹോദരിമാർക്ക്. കാരണം മഗ്‌രിബിന് കുറച്ച് സമയമുള്ളൂ എന്ന് ഏതോ ക്ലാസ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മഗ്‌രിബ് കളാകാനും പാടില്ല, സീരിയൽ തീരെ കളാൻ പാടില്ല. അതുകൊണ്ട് ടിവിന്റെ മുമ്പിൽ വെച്ച് തന്നെ നിസ്കരിക്കുന്ന സഹോദരിമാര് നിസ്കാര പായ നോക്കിയാൽ പഴയ കാലത്തൊക്കെ തസ്ബീഹ് മാല ഉണ്ടായിരുന്നു. പക്ഷെ 50 കഴിഞ്ഞ ഉമ്മമ്മാന്റെ പായയിൽ പോലും തസ്ബീഹിന് പകരം റിമോട്ടാണ്. ആലോചിക്കണം. മേൽപോട്ടും കീഴ്പോട്ടും പോസിറ്റീവ് നെഗറ്റീവ് ഇത് പറയുമ്പോ പിണങ്ങല്ലേ സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം. പഴയ കാലത്ത് മഗ്‌രിബിന്റെ ഇടയിൽ ഏതെങ്കിലും പാവപ്പെട്ട മുസ്ലിം വീടിന്റെ വാതിൽ മുട്ടിയാൽ അത് കോളിംഗ് ബെല്ലില്ലാത്ത കാലത്ത് അരണ്ട മണ്ണെന്ന് കൂടി കത്തിച്ചിട്ട് മരിച്ചുപോയ ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൽ യാസീനൊക്കെ പഴയ കാലഘട്ടത്തിന് പോയി വാതിൽ മുട്ടിയാൽ 50 വയസ്സ് കഴിഞ്ഞ ഉമ്മ തസ്ബീഹ് മാലയും പിടിച്ച് വാതിൽ തുറക്കുന്ന ഒരു രംഗമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നോ അതിനു ശേഷം പോയിട്ട് വാതിൽ തുറന്ന ഉറപ്പ് പ്രിയപ്പെട്ടവരെ വാതിൽ തുറക്കുന്ന റിമോട്ടും കയ്യിൽ പിടിച്ചിട്ടാണ്. നമ്മൾ സഹോദരിമാരെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്നിട്ട് സീരിയലും കളാൻ പാടില്ല എന്ന് കറക്റ്റ് നിസ്കാരമാണ്. എത്ര സ്പീഡിലാണ് പ്രിയപ്പെട്ട. ഇന്ന് ഞാൻ ഇന്റർസിറ്റിക്കാ വന്നത് 12:50 കാഞ്ഞങ്ങാട് നിന്ന് കയറിയിട്ട് 4:45 ഷൊർണൂറേക്ക് എത്തി. എന്തൊരു സ്പീഡാണ്. അതുപോലെ നമ്മുടെ സഹോദരന്മാർ ഇന്റർസിറ്റി പോലെയാണ് മഗ്‌രിബ് നിസ്കരിക്കുന്നത്. കൈകെട്ടി നീയത്തൊന്നും ഓർമ്മയില്ല. എന്നിട്ടോ ഒരൊറ്റ ഫാത്തിഹയുടെയൊക്കെ സ്പീഡ് ടൗൺ ടു ടൗൺ ആണ്. എന്റെ പ്രിയപ്പെട്ടവർ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും 3 റക്അത്തായി തുടങ്ങി. പിന്നെ സമാധാനം. പിന്നെ ഇശാക്ക് പിന്നെ ഉണ്ടല്ലോ സ്വബി വരെ സമയം. അതിവിടെ ക്ലാസ്സിൽ പോയിട്ട് എഴുന്ന കേട്ടതാ. ഈ ചില മസാലകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആകെ കുടുങ്ങിയിരിക്കാം. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം എന്താണ് സുന്നത്തുകൾ. വുളൂഇന്റെ സുന്നത്ത് തലയിൽ നിന്ന് അല്പം തടവൽ പറള് മുഴുവൻ തടവൽ സുന്നത്താണ്. അതുകൊണ്ട് പറള് മാത്രം എടുക്കാറ്, ഒരു തല മാത്രം ഇങ്ങനെ തടവാണ് അല്ലെ. ജുമാ നിസ്കാരത്തിന് പ്രിയപ്പെട്ടവർ 1 റക്അത്ത് കിട്ടിയാൽ ജുമാ കിട്ടും എന്നുള്ള ധൈര്യത്തിൽ പല ചെറുപ്പക്കാർ അങ്ങനെയായി മാറിയിരിക്കുന്നു. സുന്നത്തുകളെ തീരെ അവഗണിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലാക്കണം. ഈ കണ്ണുകൾ എന്തിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചു. എന്നിട്ടോ ചില സഹോദരിമാരൊക്കെ ദുആ ചെയ്യുന്നത് പഴയ കാലത്തൊക്കെ മക്കൾക്ക് വേണ്ടി